Okay, next topic, torque transmitted by a hollow circular shaft എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് പഠിച്ചു കഴിഞ്ഞു. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടോർക്ക് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ടോ ഡി ക്യൂബ്. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്, ഡി ക്യൂബിലെ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി സോളിഡ് ഷാഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ a hollow circular shaft. നമ്മൾ അതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ സോളിഡ് ഷാഫ്റ്റിനേക്കാളും ഹോളോ ഷാഫ്റ്റ് ആയിരിക്കും പലയിടത്തും യൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് ഹോളോ ഇല്ലേ, അപ്പോൾ നമുക്ക് ഇതിപ്പോൾ അതിൻ്റെ ഔട്ടർ റേഡിയസ് ആണ് R0 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി ഇന്നർ റേഡിയസ് ഉണ്ടാവും. ഓക്കെ, അതെന്ന് പറയുന്നത് RI എന്ന് വിളിക്കാം. ഔട്ടർ റേഡിയസ് R0യും ഇന്നർ റേഡിയസ് RIയും. ഞാനിവിടെ ഒരു എലമെൻ്റൽ ഏരിയ റിങ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ചെയ്ത പ്രോബ്ലത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ്. ഇപ്പം എലമെൻ്റൽ ഏരിയ ഉള്ളതെന്ന് പറയുന്നത് റേഡിയസ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്മാൾ ആർ ഡിസ്റ്റൻസിലാണ് എലമെൻ്റൽ ഏരിയ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഇപ്പം എലമെൻ്റൽ ഏരിയ സ്മാൾ ആർ ഇവിടെ ഉണ്ട്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി ആർ ആണ് എൻ്റെ എലമെൻ്റൽ ഏരിയയുടെ തിക്നെസ്. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്തതിന് പ്രകാരം R0 outer radius, okay, RI inner radius, then small r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എലമെൻ്ററി റിംഗ്. ഓക്കെ, ഇപ്പം എലമെൻ്ററി റിംഗ് കൺസിഡർ ചെയ്തു. ഡി ആർ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് എലമെൻ്ററി റിംഗ്. ഓക്കെ, ഡി ആർ ആണ് അവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടോ എന്ന് പറയുന്നത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അറ്റ് എവിടെ ആയിരിക്കും? ഔട്ടർ സർഫസിലായിരിക്കും. ഔട്ടർ സർഫസ്. ഓക്കെ, ദെൻ ക്യൂ ആണ് ഇവിടുത്തെ ഷിയർ സ്ട്രെസ് അറ്റ് റേഡിയസ് ആർ. ഓക്കെ, ആ റേഡിയസ് ആറിലുള്ള ഷിയർ സ്ട്രെസ് ക്യൂ. ഇവിടുത്തെ ഏരിയ ഓഫ് എലമെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് എലമെൻ്ററി റിംഗ് എന്ന് പറയുന്നത് ഡി എ ഈക്വൽ ടു എന്ത് കിട്ടും? ചുറ്റളവ് 2πr ഇൻറ്റു തിക്നെസ് dr. അപ്പോൾ ഡി എ എന്ന് പറയുന്നത് 2πr dr. നമ്മൾ തിയറി ഓഫ് പ്യൂർ ടോർഷൻ പ്രകാരം ടോ ബൈ R0 ലൊക്കേഷനിലാണ് ടോ ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ആർ. ഓക്കെ, അപ്പോൾ അത് ഇംപ്ലൈസ് ചെയ്യുന്നത് നേരത്തെ കഴിഞ്ഞ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് അറിയാമെന്നുള്ളവർക്ക് ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ക്യൂ ഇസ് ഈക്വൽ ടു ടോ ബൈ R0 ഇൻറ്റു സ്മാൾ ആർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ആ എലമെൻറ്റിലെ ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇതൊക്കെ ഇറേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ക്യൂവിൻ്റെ ഒരു എക്സ്പ്രഷൻ കിട്ടി. ടോ ബൈ R0 ഇൻറ്റു
സ്മാൾ ആർ എന്ന്. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എലമെന്ററി ഏരിയ ഡി എ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ്പ്രഷൻ? അടുത്ത ഷിയർ ഫോഴ്സ് ക്യൂ ആണ്. ക്യൂ ഇൻറ്റു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഡി എഫ് എന്ന് വിളിക്കാം. അപ്പോൾ അതിന് ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിനും ഡി എക്ക് എനിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. താഴെ ഉണ്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് ടോ ബൈ ആർ സീറോ ഇൻറ്റു ആർ. ഡി എന്ന് പറയുന്നത് 2 π r dr. ഓക്കെ, അപ്പോൾ ഡി എഫിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ടോർക്ക് അറ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി എഫ് ഇൻറ്റു ആർ ആയിരിക്കും. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആറാണ്. ആർ ഇൻറ്റു ഡി എഫ് എടുത്തു കഴിഞ്ഞാൽ ഡി ടി കിട്ടും. അപ്പോൾ അത് പ്രകാരം ഡി ടി സികളുടെ എന്തായിരിക്കും വരുന്നത്? ഡി എഫിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടോ ബൈ ആർ സീറോ ആർ 2 π r then dr ഇൻറ്റു ആർ. ഓക്കെ, ഇത്രയും എന്ന് പറഞ്ഞാൽ ഡി എഫ് ആണ്. ഇതെന്ന് പറയുന്നത് ഇൻറ്റു ആർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ടോ ബൈ ആർ സീറോ ആർ ഇവിടെ ഒരു ആർ ഉണ്ട്, ഇത് ഒരെണ്ണം ഇത് ഒരെണ്ണം. അപ്പം ആർ ക്യൂബ് പിന്നെ 2 π ഇൻറ്റു ഡി ആർ. ഓക്കെ, ഇത്രയാണ് ഡി ടിയുടെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻറ്റഗ്രേഷൻ സർക്കുലർ ഷാഫ്റ്റ് ഉള്ളത് ഇന്നർ റേഡിയസ് ആർ ഐ എന്നും ഔട്ടർ റേഡിയസ് ആർ ഒ വരെയാണ്. ഇത്രയും പോർഷനേ ഉള്ളൂ. ഇവിടെ ഹോളോയാണ്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാൻ നേരത്ത് ഡി ടി എന്ന് ടോട്ടൽ ടോർക്ക് കണ്ടുപിടിക്കാൻ നേരത്ത് എക്സ്പ്രഷൻ ടോട്ടൽ ടോർക്ക് ടി എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഡി ടി ആണ്. ഇൻറ്റഗ്രേഷൻ എവിടെ തൊട്ടാണ്? ആർ ഐ ടു ആർ സീറോ മാത്രമേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം അവിടെ തൊട്ടാണ് ഷാഫ്റ്റിൻ്റെ പോർഷൻ തുടങ്ങുന്നത്. ഓക്കെ, ഡി ടി. ഇനി നമുക്ക് ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ആർ ഐ ടു ആർ സീറോ ഡി ടി എന്ന് പറയുന്നത് ടോ ബൈ ആർ സീറോ 2 π ആർ ക്യൂബ് ഡി ആർ. ഓക്കെ, ഈ എക്സ്പ്രഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് ടോ ആർ സീറോ 2 π. ഇൻറ്റഗ്രേഷൻ വരുന്നത് ആർ ക്യൂബിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മേലോട്ട് എഴുതുകയാണ്. Okay, therefore t is equal to integral ri to r0. സോറി, അവിടെ നമുക്ക് കോൺസ്റ്റൻസ് എല്ലാം നമുക്കൊന്ന് ഇൻ്റഗ്രേഷൻ്റെ പുറത്തോട്ട് കൊണ്ടുവരാം. കോൺസ്റ്റൻസ് ഉള്ളത് ടോ ബൈ ആർ സീറോ 2 π. therefore t is equal to ടോ ബൈ ആർ സീറോ 2 π ഇൻ്റഗ്രൽ ആർ ഐ ടു ആർ സീറോ ആർ ക്യൂബ് ഡി ആർ. ആർ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടോ ബൈ ആർ സീറോ 2 π ആർ ക്യൂബ് ആർ റൈസ് ടു 4 ആവും ബൈ 4. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ആർ ഐ ടു ആർ സീറോ. അപ്പോൾ അപ്പർ ലിമിറ്റും ഉണ്ട് ലോവർ ലിമിറ്റും ഉണ്ട്. സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ. സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ആണ്. അപ്പോൾ ടോർക്ക് ടി ഈസ് ഈക്വൽ ടു ടി ബൈ ആർ സീറോ 2 π. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആർ സീറോ റൈസ് ടു 4 ബൈ 4 മൈനസ് ലോവർ ലിമിറ്റ് ആർ ഐ റൈസ് ടു 4 ബൈ 4. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്രഷൻ ഇതുവരെയാണ്. നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാം. അതായത് ആർ സീറോ എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതി, ഔട്ടർ ഡയമീറ്ററിൻ്റെ പകുതി. ആർ ഐ എന്ന് പറയുന്നത് ഇന്നർ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഇന്നർ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പം ഈ എക്സ്പ്രഷനിൽ നമുക്ക് വേണമെങ്കിൽ ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. ഞാനിത് സ്കിപ്പ് ചെയ്ത് എഴുതുകയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ആർ സീറോ റൈസ് ടു 4 അല്ലേ, അപ്പോൾ ഡി ഒ ബൈ 2 ഡി സീറോ ബൈ 2 റൈസ് ടു 4 വരും. ആർ ഐ റൈസ് ടു 4ന് ഡി ഐ ബൈ 2 ഹോൾ റൈസ് ടു 4 വരും.
അവിടെ അപ്പോൾ അത് റൈസ് ടു 4 ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ എക്സ്പ്രഷൻ മാറുന്നത് ഇങ്ങനെയാണ്: π/16 tau ഇൻറ്റു d0 മൈനസ് di/4 ഡിവൈഡഡ് ബൈ d0. ഇതാണ് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ എ ഹോളോ ഷാഫ്റ്റിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യത്യാസം, നമ്മൾ സോളിഡ് ഷാഫ്റ്റ് ആയിരുന്നെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് എന്തായിരുന്നു? T π/16 tau d³ എന്നുള്ള ടേം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആണെങ്കിൽ π/16 tau d⁻⁴ മൈനസ് do⁻⁴ മൈനസ് di⁻⁴ ഡിവൈഡ് ബൈ do ഔട്ടർ ഡയമീറ്റർ, di ഇന്നർ ഡയമീറ്റർ. ഓക്കെ, ഇത്രയാണുള്ളത്. താങ്ക് യു.